കാത്തി എവിടെ പോവാ? എവിടെ ആണോ? ഓക്കെ ഓക്കെ, അമ്മ വരട്ടെ. ഓക്കെ, പോവാൻ ആരുടെ അടുത്ത്? എന്തൊന്ന് പറയണം? അത് കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ. നമുക്ക് പോയിട്ട് ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മളിതാ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, അതായത് എൻ്റെ അമ്മ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അമ്മ എനിക്കിതേ ഒരു പേരയ്ക്ക മുറിച്ച് തന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഞാൻ അതും കടിച്ചതാ ഇവിടെ നടപ്പുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലോട്ട്, അതായത് ഞങ്ങളുടെ കഴക്കൂട്ടത്തെ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ കുറച്ച് ജാമ്പയ്ക്കൊക്കെ ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചാമ്പയ്ക്ക കുറച്ച് തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുക. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് നിറയെ ചീരയും പുളിഞ്ചിക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകു വശത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിറയെ തെങ്ങും വാഴയും. അച്ഛനാണ് ഇത് കാണുന്നതാണ് എൻ്റെ അച്ഛൻ അവിടെ നിന്ന് കറിവേപ്പില ഒടിക്കുന്നുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ. അച്ഛനാണ് ഈ കൃഷിയുടെ ആൾ കേട്ടോ. അച്ഛനാണ് വീട്ടിലെല്ലാം കൃഷി, ഒത്തിരി കൃഷി ഉണ്ടായിരുന്നു. പയറും വെണ്ടയ്ക്കയും. ഇപ്പോൾ കാർത്തിക്കുട്ടന് കൊടുക്കാനാണ് മെയിനായിട്ട് അച്ഛൻ കൃഷി ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ജാമ്പയ്ക്ക പറിച്ചുകൊണ്ട് വന്ന് ഞാനും കാത്തിയും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് ജാമ്പയ്ക്ക കഴിച്ചു. അവന് ആദ്യം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവൻ തന്നെ 1-2 പെറുക്കി ഇച്ചിരി കഴിച്ചു. നല്ല ജാമ്പയ്ക്ക കേട്ടോ. ഞങ്ങളുടെ അവിടുത്തെ നല്ല മധുരമാണ് ആ സാധനത്തിന്. അവൻ തന്നെ ഇച്ചിരി കഴിച്ചിട്ട് ഞങ്ങളപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. ഇവൻ അവിടെ നിന്ന് വരാനേ ഇഷ്ടമല്ല. അവൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അച്ഛനത് അമ്മൂമ്മ എടുത്ത് ടാറ്റ പറഞ്ഞിട്ട് വീണ്ടും അകത്ത് കയറി പോയിട്ട് നിൽക്കുക. ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ പോയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വരുമായിരുന്നു അവനെ. എന്നിട്ട് റെഡിയായി ഞാനും അച്ഛനും അമ്മയും കാത്തിയും കൂടെ ആയിരുന്നു വീട്ടിൽ പോകുന്നത്. അപ്പോൾ എന്നെ അമ്മയെ അവിടെ ആക്കിയിട്ട് അച്ഛൻ തിരിച്ചു വരും. ഞങ്ങളുടെ കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കാർ എടുത്തിട്ടാണ് പോകുന്നത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. കാർത്തി പോകുമ്പോൾ അമ്മ വിഷമിച്ചിരിക്കുക. അപ്പോൾ അവൻ ഈ ഓട്ടോയിൽ പോകണം. ഹരിമാമൻ്റെ ഓട്ടോ അത് ഞങ്ങളുടെ അവിടെയുള്ളത്. അപ്പോൾ ഹരിമാമൻ ഓട്ടോ അവിടെ ഇട്ടിട്ട് കാറുള്ളതുകൊണ്ട് കാർ എടുത്തിട്ടായിരുന്നു വരുന്നത്. അവൻ ഓട്ടോയിൽ തന്നെ പോകണം. അവൻ ആ ഓട്ടോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വല്ല വിധേനയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങളിത് ആ കാറിൽ കയറി പോവായിരുന്നു. അച്ഛൻ എന്നോട് ചോദിക്കും, താക്കോലൊക്കെ എടുത്തോ? അങ്ങനെ ഞങ്ങൾ താക്കോലൊക്കെ എടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ കാട്ടാക്കട വഴി പോയി. പകുതി വഴി നമ്മളൊരു പേയാടൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. ചീരയും പച്ചക്കറികളൊക്കെ മേടിച്ചു പേയാടുന്ന്. വീട്ടിലെത്തി ഒരു 7-7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്തിനെയല്ല ഈ എടുക്കുന്നതെന്ന്. അമ്മയ്ക്കറിയില്ല അമ്മ വ്ളോഗിൽ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ വന്ന ഉടനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ. എൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു, പക്ഷെ കരിഞ്ഞില്ല. അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേനും അച്ഛനും കാറ് കൊണ്ടിട്ട് മാമനും പോയി. അവൻ വന്ന ഉടനെ അവൻ്റെ സ്ലേറ്റ്, പെൻസില്, കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. ഇവിടെ ഫുൾ വണ്ടികളാണ്, സാറിൻ്റെ വണ്ടികളാണ് വീട് മുഴുവൻ. അത് ഫുൾ വാരി പെറുക്കിയിട്ട് അവിടെ കളിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വന്നിട്ടാണെങ്കിൽ എണീക്കാൻ വയ്യാത്ത ക്ഷീണമായിരുന്നു. ഞാനൊരു സൈഡിൽ നിന്ന് അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു, അമ്മ സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ബുക്കും ഇത് കണ്ടോ, ഒരു ലോഡ് വണ്ടിയുടെ പടമുള്ള ബുക്കുകളുണ്ട് ഇവിടെ. അവന് ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടം. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അവൻ്റെ ബസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെയൊക്കെ വൃത്തിയാകണം. ക്ഷീണിച്ചിരിപ്പുണ്ട്, ഇതൊക്കെ എപ്പോഴും ചെയ്യാമെന്നറിയില്ല. അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് നേരം വ്ളോഗൊക്കെ എടുത്തിട്ട് ഞാനിതൊക്കെ പെറുക്കി ഒതുക്കി വെച്ചു. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ ബൈ ബൈ, സീ യു.